ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. 2-3 ദിവസമായില്ലേ വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ ആളുകളൊക്കെ ചോദിച്ചാൽ തുടങ്ങിയാണ് വാട്സപ്പ് ചെയ്ത് കാണ്ട് എവിടെ റിഷായി എന്നെ കാണുന്നില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സ്ഥിരം കാണുന്ന ആളുകളായിരിക്കും കാണാതാവുമ്പോഴേ, നമ്മളെന്നും കാണുന്ന ആളുകളെ കാണാതാവുമ്പോൾ ഒരു മനസ്സിക്ക് ഒരു വിഷമമല്ലേ, എവിടെയെന്നായിരിക്കൂലേ. അപ്പോൾ പൊന്നാര മക്കളെ, ഇതൊക്കെ തന്നെയാണ്, തിരക്കായതുകൊണ്ടാണ്. 2 ദിവസം മുന്നേ നമ്മൾ ലേഹം ഉണ്ടാക്കിയിരുന്നല്ലോ, ലേഹത്തിൻ്റെ ഷോർട്ട് വിട്ട്. അപ്പോൾ ആ ഓഫർ വെച്ചപ്പോഴേ എല്ലാവരും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തിരക്കായി പോയി. നമ്മളെ ലേഹ്യങ്ങളാണ് കേട്ടോ, ഒക്കെ പോസ്റ്റ് സർവീസിലൂടെയാണ് ഈ പ്രാവശ്യം വിടുന്നത് കേട്ടോ. ഒക്കെ നിരത്തി വെച്ചിട്ട് പോസ്റ്റ് മാസ്റ്റർ ഭക്ഷണം കഴിക്കാൻ പോയതാണ് കേട്ടോ. കാക്കുണ്ട്, കാക്കു പള്ളിക്ക് പോയി. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോസാണ് ഇപ്പോൾ ഇത് കുത്തി കലക്കിക്കാണ്ട് ഇടുന്നത്, എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വീഡിയോസ് ഒന്നും വരാത്തത്. ഇതൊക്കെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്കണമെങ്കിൽ ഞാനും കാക്കു തന്നെ മെനക്കണം. മക്കളൊന്നും ഇപ്പോൾ കിട്ടൂല, എക്സാമും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയില്ലേ. അപ്പോൾ നമ്മളെ 200 എണ്ണയും 500 ലേഹ്യം, അതേപോലെ 1 കിലോ ലേഹ്യം 500 എണ്ണയൊക്കെ എടുക്കണവർക്ക് നല്ല ഓഫർ റേറ്റ് നമ്മൾ സാധനം കൊടുത്തിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് കസ്റ്റമർ വാങ്ങിയിട്ടോ. നമ്മളെ സ്ഥിരം വാങ്ങുന്ന കസ്റ്റമർ, നമ്മളെ ലേഹ്യം നട്സിൻ്റെ ലേഹ്യം ആയതുകൊണ്ട് തന്നെ അധികം ആളുകൾക്കും വാങ്ങിക്കാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 1-2 ബോട്ടിലൊക്കെ കഴിച്ചിട്ട് പിന്നെ വാങ്ങാൻ ബുദ്ധിമുട്ടില്ലോലേ. അപ്പോൾ ഇങ്ങനെ കിട്ടിയപ്പോൾ ഒരു സമാധാനമായി ഓൽക്കൊക്കെ കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടി ഉണ്ട് ഓഫർ. വേണ്ടിയോല് പെട്ടെന്ന് വാട്സപ്പിലാണ് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പോസ്റ്റ് സർവീസാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടോ. ഞാൻ DTDC സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ കൂടെയൊക്കെയാണ് ഞാൻ സാധനം വിടൽ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒന്നും കിട്ടണില്ല ആരതും. ഏകദേശം 2 മണിയൊക്കെ ആവാൻ തുടങ്ങി കേട്ടോ മക്കളെ. ആ നേരത്തൊക്കെ നിങ്ങൾ പത്തിരി ഉണ്ടാക്കുന്ന നേരത്തൊക്കെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ കാവൽ നിൽക്കുകയാണ്. ഏതായാലും ഞാനൊരുത്തി കാവൽ നിന്നാൽ മതിയല്ലോ. മറ്റെന്താണെന്നോ, നിങ്ങൾക്കൊക്കെ ഇടങ്ങേറാണിത്. ഈ നോമ്പ് കാലത്തും കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചുമ്പോൾ അവിടെ പോയി എടുക്കണം. ആ പത്തിരി ഉണ്ടാക്കണ നേരത്താരും കൊറിയർ ഓഫീസിൽ നിന്ന് വിളിച്ചത്. അപ്പോൾ ഇന്ന് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നാളെ പോകും. ഏകദേശം 20-ാം തീയതി 21-ാം തീയതി ഒക്കെ വിട്ട സാധനം ഇന്നലും മിഞ്ഞാന്നൊക്കെയാണ് DTDC-ത്തൊക്കെ കിട്ടണം കേട്ടോ. അപ്പോൾ എനിക്കും തന്നെ പിരാന്ത് പിടിച്ചു. കേടരൂല നമ്മളെ ലേഹ്യം. കുറേ ദിവസമായി കണ്ടൊക്കെ അങ്ങനെ ഓല ആ ഒരു വണ്ടിയിൽ വരുമ്പോൾ. അപ്പോൾ പോസ്റ്റ് ഓഫീസിക്ക് കുറച്ചങ്ങോട്ട് പോകണം മക്കളെ. കുറച്ച് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പോയാൽ എന്താ സുഖം ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കൊടുന്ന് തരും. ആ ഒരു സമാധാനമാണ്. ഇനിയിപ്പോൾ ഞാൻ ഒരുത്തി ഇടങ്ങാറായാൽ മതിയല്ലോ, നിങ്ങളെല്ലാവർക്കും സമാധാനമായിട്ട് നിൽക്കാമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ. മറ്റെല്ലാവരും കൂടി ഇടങ്ങാറാണ്. ഈ സാധനം കിട്ടണോലൊക്കെ ഈ നോമ്പ് നോറ്റ് അങ്ങാടി കൂടെ നടക്കണ്ടേ ഈ സാധനത്തിന് വാങ്ങാൻ പോകാനും വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനൊരാളും മെനക്കെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ വീട്ടിൽ കൊണ്ടുവരും. നോൽമ്പ് വരെ നമ്മൾ പോസ്റ്റ് സർവീസിലൂടെ വിടും കേട്ടോ. ഇന്ന് ഏകദേശം 31 സാധനം പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും കിട്ടും, വിഷമിക്കണ്ട കേട്ടോ. 2 ദിവസം ലേറ്റിംഗ് ആണെങ്കിലും സേഫോട് കൂടി വീട്ടിലെത്തിച്ചേരുമല്ലോ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കണ്ട് ഞങ്ങൾ സാധനം വാങ്ങിക്കാണ്ട് പോകുന്നു. ഏകദേശം 3:30-4 മണിയൊക്കെയാണ് പെരിയിലെത്തി. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, ലേസം പൊറാട്ടയൊക്കെ കക്കുനെ കൊണ്ട് വാങ്ങിച്ചു കേട്ടോ. ഇന്നിച്ച് വെജ ഈ നട്ട വെയിലത്ത് ആ വൈക്കുമ്പോൾ പോയിക്കാണ്ട് ഞാൻ ആകെ കുഴങ്ങിയേക്കണ്. അപ്പം ഞാൻ ലേസം പൊറാട്ടയും ഉമ്മാക്ക് 2 നൂലപ്പൊക്കെ വാങ്ങിച്ചു കേട്ടോ കുട്ടികൾക്കും. ഇതെന്താ ഒരു ചിക്കൻ്റെ എന്തോ ഒരു സാധനമാണല്ലോ. അപ്പോൾ കുട്ടികളിങ്ങനെ വിളിച്ചുമ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്താ അമ്മ ഉണ്ടാക്കണം, എന്താ ഓൽക്ക് ധൃതിയാണില്ല. നമ്മൾ ഉമ്മാർ പെരിയിലുണ്ടാകുമ്പോൾ ഓൽക്കൊരു സമാധാനമാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേന് എല്ലാ സാധനങ്ങളും നമ്മൾ റെഡിയാക്കൂല, ഇല്ലെങ്കിലും ഇല്ലതുപോലെ റെഡിയാക്കും. പക്ഷേ ഈ നേരത്ത് ഞാൻ അവിടെ എല്ലായിട്ട് അപ്പോൾ പിന്നെ ഞാൻ ലേസം പൊറാട്ടയൊക്കെ വാങ്ങിക്കൊടുന്നു കേട്ടോ. അതാക്കണം ഓരോരുത്തർ നോക്കി നിൽക്കുക കേട്ടോ. തരൂലാതെ പറയും ഞാൻ കേട്ടോ. അതിനാണ് നോക്കിക്കണത്. എന്താണെന്നോ, ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നോമ്പറക്കുമ്പോൾ എല്ലാവരും ഇരുന്ന് കണ്ട് തിന്നണല്ലേ. ഏകദേശം 20-30 ഉറുപ്പ്യൊക്കെ കൊടുക്കണം ഇയാളെ ആ ഓരോ റൂളിന്. ഇവിടെ 1-2 വാങ്ങിയാൽ പോരാ, നിങ്ങൾക്ക് അറിയില്ല, 10-12 വാങ്ങണം. അപ്പം ഞാൻ ഓലോട് പറഞ്ഞു നമുക്ക് നോൽമ്പ് തുറക്കുമ്പോൾ തിന്നാൽ അപ്പോൾ രസമാണല്ലോ. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. നോലൊളിച്ചൊന്നുമില്ല, നിങ്ങൾ കണ്ടില്ല, വാശി പിടിച്ചൊന്നുമില്ല, നോക്കിക്കും. അപ്പം അമ്മ പറഞ്ഞു കൊടുക്കും, ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും. നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ മേശം ഇരുന്ന് കണ്ട് ജ്യൂസും കടിയൊക്കെ തിന്നണം പറയും. അപ്പോൾ ഒരു അതിന് നിൽക്കും കേട്ടോ. മറ്റേ ഓരോന്നീച്ച കൊടുത്തു കഴിഞ്ഞാൽ ഓരോന്ന് പോരാ. ഓല് 3-4 കുട്ടികൾ നോൽമ്പ് ഇറക്കാത്തയില്ലേ. അപ്പോൾ ഗതികേടാക്കാരും കരുതിയാണ്ട് ലേസം ഇറച്ചി വാങ്ങിപ്പോന്നു കേട്ടോ. പൊറോട്ടൻ്റെ ഒപ്പം ഞാൻ ഇറച്ചി നമുക്ക് തീമത്ത് വെച്ച് കണ്ട് ലേസം കറിയൊക്കെ വെക്കാം. ബാക്കിയിൽ നമുക്ക് ലേസം അങ്ങോട്ട് ആ പാത്രത്തിലാക്കി കണ്ടാണ് വെക്കാം. ഇത് ഇന്നാൾ ഞാൻ ബഡ്ജറ്റിൽ പോയപ്പോൾ ഒരു ഡബ്ബി കൂടി വാങ്ങിനി കേട്ടോ. ഇന്ന് ഇങ്ങനത്തെ ഒക്കെ ലേസിച്ച ഇറച്ചി അങ്ങനെ ഓരി വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസത്തിന് ഉണ്ടാവുമല്ലോ. രണ്ട് ബോട്ടിലാക്കി കണ്ട് വെച്ചിക്കാണ് ഞാൻ കേട്ടോ. ഇനി ലേസം ഞാൻ അതിൽ നിന്ന് എടുത്ത് കറിയും വെക്കും. ബാക്കി ഞാൻ എന്തായിട്ട് ചിക്കന് ലേസം പൊരിച്ചും ചെയ്തു കേട്ടോ. പെലച്ചക്കൊക്കെ ഇവിടെ ചോറ് അങ്ങനെ വല്ലാതെ പറ്റുമൊന്നുമില്ല.
ഓൽക്ക് കടി എന്തെങ്കിലും വേണം. പത്തിരി ഉണ്ടായാൽ ഋതുവിനൊക്കെ പത്തിരി വേണം കേട്ടോ. എനിക്കും പത്തിരിയാണ്. മമ്മി നോൽക്കലുണ്ട് കേട്ടോ. 2 ദിവസം നോറ്റിട്ടില്ല. ഇനി നെഞ്ഞുവേദനയൊക്കെ കണ്ട് ആസ്പത്രിക്ക് കൊണ്ടുപോയി. പിന്നെ കാക്കും ചീത്താറ് ഉമ്മാനെ നോൽപ്പിച്ചണ്ടാന്ന് കണ്ടി പറഞ്ഞാൽ കേൾക്കൂല എണ്ണയാളെ. ഓൽക്കും ഉമ്മാക്ക് നോമ്പ് വെൽക്കണം. പിന്നെ എന്താ കാട്ടുക. അപ്പം എന്നാൽ വെയ്ക്കുമ്പോൾ അങ്ങോട്ട് നോറ്റോട്ടെ എന്ന് കരുതി കണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകൊണ്ട് ഷെയർ ചെയ്യുകൊണ്ട് ലയത്തിന് വേണ്ടിയവരൊക്കെ പെട്ടെന്ന് വാട്സപ്പ് ചെയ്യുകൊണ്ട്. അസ്സലാമു അലൈക്കും.